ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഏലിക്കുട്ടിയമ്മേനെ കൊണ്ട് ഞാൻ അടിമാലി ഹോസ്പിറ്റലിൽ പോവാണ്. കഴിഞ്ഞ ദിവസം പോകാൻ വേണ്ടി ഇറങ്ങിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പോകാൻ പറ്റിയില്ല. പിന്നീട് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അമ്മയ്ക്ക് തീരെ നടക്കാൻ വയ്യ, വേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഇന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വോയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ രാജക്കാട് എത്തിയിട്ടുണ്ട്. ബസ് കാത്തു നിൽക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്താൽ വന്നത് മിനി ഹോസ്പിറ്റലിൽ പോവാന്ന്. അങ്ങനെ രാജക്കാട് വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ പ്ലാൻ പെട്ടെന്ന് മാറ്റി. അമ്മയെ നമുക്ക് അടിമാലിക്ക് പോവാം, കാരണം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. കാരണം ഇവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്താലും ഒരാഴ്ചത്തേക്ക് പെയിൻ മാറിയ പിന്നെയും തുടങ്ങും. അപ്പൊ എന്തായാലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്തായാലും കാണണം. അപ്പൊ നമുക്ക് എന്തായാലും അടിമാലി പോവാന്ന് വിചാരിച്ച് ഞങ്ങള് ബസ് കയറി. 2 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ട്രാവലിംഗ് ആയതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര മടിയാണ്. പണ്ടൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എവിടെയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ തലേന്നേ ഉറങ്ങാതെ കിടക്കും, അതുപോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ ഒട്ടും ഇഷ്ടമല്ല ട്രാവൽ ചെയ്യാൻ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിൽ പോലും നമുക്ക് എന്തായാലും നമ്മുടെ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിച്ചേ പറ്റുള്ളൂ. അതുപോലെ അമ്മയ്ക്ക് വേദന ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് നടക്കാനേ വയ്യായിരുന്നു. പിന്നെ ആൾ പയ്യെ പയ്യെ നടന്ന് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. എന്തായാലും ആശുപത്രി കാണിക്കണം, വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ പെയിൻ കില്ലർ ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതിന് ചികിത്സിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും. പിന്നെ അന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടും പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റാത്തതുകൊണ്ടുമാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തത്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേഗം ചെല്ലാം. ഡോക്ടർ എത്തുന്നത് 6 മണി തൊട്ട് രാവിലെ 8 മണി വരെയാണ്. പിന്നെ വൈകുന്നേരം ഉള്ളത് 3 മണി തൊട്ട് 6 മണി വരെയാണ്. അപ്പോൾ നമ്മൾ പോകുന്നതും 3 മണി തൊട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചെന്ന് പേരെഴുതി വെക്കണം. പേരെഴുതി വെക്കുന്നത് നമ്മളാണ് ഫസ്റ്റ് എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് നേരത്തെ പോകുന്നത് കേട്ടോ. എന്തായാലും അവിടെ ചെന്നിട്ട് പോസ്റ്റാണ്, കുറേ നേരം ഇരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ കാണുന്നത് നമ്മൾ കോൺക്രീറ്റ് റിങ്ങുകളാണ്, നമ്മൾ കിണറിനൊക്കെ ഇറക്കുന്നില്ല അതുപോലത്തെ. അങ്ങനെ നമ്മൾ അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. വേറെ ഒന്നുമല്ല, എനിക്ക് നന്നായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. വണ്ടി വേഗം പോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണടച്ച്. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ പഞ്ചായത്ത്, അടിമാലി ഗ്രാമപഞ്ചായത്താണ് കാണുന്നത്. ശരിക്കും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് വന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നേരെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. നമ്മൾ ക്വാർട്ടേഴ്സിൽ പോയാണ് കാണുന്നത്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് താലൂക്ക് ആശുപത്രി. നല്ല പോലെ പണിത് കേട്ടോ. ബിൽഡിംഗ് ഒക്കെ നേരത്തെ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം നല്ല അടിപൊളി വലിയ ബിൽഡിംഗ് ഒക്കെ ആക്കി. പിന്നെ ഞാൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകണം, നമുക്ക് തീരെ നടക്കാൻ വയ്യ. പിന്നെ ഈ കാണുന്നുണ്ടില്ലേ, ഈ സൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ ഇനി ക്രോസ് ചെയ്തിട്ട് അപ്പുറം പോയി വേണം പോകാനായിട്ട്. ഓട്ടോ വിളിച്ചൊന്നും പോകണ്ട, അതിനുള്ള ദൂരമൊന്നുമില്ല. അമ്മ പയ്യെ നടന്നോളാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അമ്മ പയ്യെ എന്നെ പിടിച്ചങ്ങ് നടക്കുകയാണ്. നമ്മൾ അപ്പുറം ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോവാണ്. എവിടെയാണോ? ഇവിടെയാ. ചേച്ചി ഡോക്ടർ ഫിനിക്സ് ബേബി ഇന്നുണ്ടോ വൈകുന്നേരം? എത്ര മണി തൊട്ടാ? 3:30. അവിടെ എഴുതി വെക്കണം അല്ലേ? ഓ ശരി. ബാമ ആണോ? ഇന്നുണ്ടെന്ന് 3:30 ആവുമെന്ന്. അതെ, ഡോക്ടർ ഫിനിക്സ് ബേബി ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ. നമുക്ക് പേരെഴുതി വെക്കാം. ഇവിടെ കുറേ പേരെഴുതി വെച്ചിട്ടുണ്ട്. ദൈവമേ, 29 ലാസ്റ്റത്തെ ഒരാളുടെയും കൂടെ പേരെഴുതാണതുണ്ട. ഒരാൾക്കും കൂടെ ഉള്ളതുണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ഒരാൾക്കും കൂടെ ഉള്ളതുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഇങ്ങനെ എഴുതത്തില്ല. അയ്യോ, അങ്ങനെ നമ്മുടെ പേര് എഴുതി. ഇവിടെ ഇരിക്കണോ ഇനി? 3:30 വരെ സമയം 12 മണി ആയതേ ഉള്ളൂ. എന്തോ ചെയ്യും? വീട്ടിൽ
രാധക്കാട് വീട്ടിൽ പോയിട്ട് വേണ്ട. ഞങ്ങളിത് ഇവിടെ വന്നിരിക്കുകയാണ്. കുറേ നേരം ഇരിക്കണം. അതിന് 3:30 ഡോക്ടറോട് സമയം 1 മണി കഴിഞ്ഞതേ ഉള്ളൂ. 3:30 വന്നിട്ടും കാര്യമില്ല. ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കാണണ്ട കേട്ടോ, 30ാമത്തെ കണ്ട. അപ്പം പിന്നെ എങ്ങനെ വരുന്നത് 7-8 മണിയാവും കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ആശുപത്രി പോയി എടുത്താലേ ഈ സമയമാവും. അവിടെ പോയി ഇരുന്ന് ഇതൊക്കെ എടുത്ത് നമുക്ക് സമയം എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. ഓക്കെ, ഞങ്ങളിത് എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കടയിലേക്ക് പോകണം കേട്ടോ. എന്തായാലും ഡോക്ടർ വരുമ്പോൾ 3:30-4 മണിയാവുമെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടേഴ്സാണ് കേട്ടോ, ഡോക്ടേഴ്സ് എല്ലാവരുടെയും ഡോക്ടേഴ്സാണ്. നമുക്ക് പുറത്തേക്ക് പോയി കഴിക്കാം. അമ്മ അകലേന്നേ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ടീ ഷോപ്പ് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഇവിടെ ഓർമ്മയുണ്ട്, അമ്മ വരട്ടെ, അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? മേടിച്ച് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പം എൻ്റെ കൂടെ പോകുന്നതാണ് കേട്ടോ. എനിക്കങ്ങനെ കടിക്കത്തില്ല. ആശുപത്രിയുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആശുപത്രിയുടെ ഉള്ളിൽ കയറി ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. കഴിക്കുന്നോ? അപ്പോൾ നമ്മളിത് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 3:30 വരെ ഇനി വെയിറ്റ് ചെയ്യണം. 3:30 അല്ല, 30ാമത്തെ നമ്പർ അങ്ങോട്ട് വന്നു, 34-32 എന്തോ, അതുവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 3 മണിക്ക് വരേണ്ട ഡോക്ടർ 4:30 വരാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുള്ള ഡോക്ടറാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ടോക്കൺ നമ്പർ 34 നമ്മളല്ല ലാസ്റ്റ് 10-70 നമ്പറോളം ഉണ്ട്. ആ പേപ്പറിൻ്റെ ബാക്ക് വശത്ത് എഴുതാൻ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 29 നമ്മുടെ ടോക്കൺ ആവാറാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇരുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, വിശക്കുന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ അമ്മ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഡോക്ടറെ കണ്ട് ശേഷം ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ കുറിച്ച് തന്നിട്ടുണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞേ ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അമ്മ ഇങ്ങനെ പയ്യെ നടക്കുകയാണ്. നമുക്കിനി മരുന്നൊക്കെ വാങ്ങണം, ഏതാ ബസ്സെന്ന് നോക്കണം, ബസ് കയറാൻ കുറച്ച് നടക്കണം. പിന്നെ അമ്മയോട് നമുക്ക് ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അമ്മ പറഞ്ഞു ഞാൻ പയ്യെ നടന്നോളാന്ന്. അതിന് മരുന്ന് വാങ്ങി. മരുന്നിന് 5 ദിവസത്തേക്ക് 800 രൂപയാണ് കേട്ടോ. നല്ല റേറ്റുള്ള മരുന്നാണ്. അതിന് കുഴപ്പമില്ല, നമ്മൾ മരുന്നൊക്കെ വാങ്ങി. ഡോക്ടർ 10 ദിവസത്തേക്കാണ് പറഞ്ഞത്. പിന്നെ 5 ദിവസത്തേക്കുള്ള മരുന്നേ എടുത്തിട്ടുള്ളൂ. അപ്പം 5 ദിവസം കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിൽ 10 ദിവസത്തേക്ക് മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ പോയ ബസ് തന്നെയാണ് നമുക്ക് വന്നത്. ബസ്സിൽ കയറി നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി രാജക്കാട് വന്നു, ഓട്ടോ വിളിച്ചു വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 7-8 മണിയായി. ട്രാവലൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് നമ്മൾ മടുത്ത് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഡോക്ടറെ കാണാൻ പറ്റിയത്. അതിന് ശേഷം ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തോണ്ട് വരണമെന്ന്. അന്നേരം എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആവില്ല. പിന്നെ എക്സ്റേ എടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പിന്നെ വണ്ടിയൊന്നും ഉണ്ടാകത്തില്ല, ഒത്തിരി സമയം എടുക്കുമല്ലോ നമുക്ക് ഇവിടെ വരെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി പോകുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. അന്നേരം എക്സ്റേ എടുത്തുകൊണ്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ രാവിലെ എണീറ്റപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു, രക്ഷയില്ലാത്ത കാലുവേദന. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച് മിനിയിൽ പോകാമെന്നാണ് ആദ്യം കരുതിയത് കേട്ടോ. ഞങ്ങൾ അന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വേദന വന്നപ്പോൾ മിനിയിലാണ് പോയത്. ഇഞ്ചക്ഷൻ എടുത്തു, അന്നേരം കുറഞ്ഞു. പിന്നെ അത് ഒരാഴ്ച കഴിയുമ്പോൾ കൂടും. അങ്ങനെയാണ് കേട്ടോ. ശരിക്കും ഇത് നീർക്കെട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ എക്സ്റേ എടുത്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഇനി എക്സ്റേ എടുത്തുകൊണ്ട് ഫിനിക്സ് ബേബി ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഡോക്ടറാണ്. അതിപ്പോൾ എന്തായാലും മരുന്നൊക്കെ 5 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ കുറയും. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം അമ്മ ഓക്കെ ആയിട്ട് വരുന്നു. നല്ല പെയിനാണെന്നാണ് പറയുന്നത് കേട്ടോ അമ്മയ്ക്ക്. ഞാൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് അമ്മയ്ക്ക് കുഴമ്പൊക്കെ ഇട്ട് കൊടുത്തു. നമ്മളങ്ങനെ തിരുമാൻ പാടില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ചൂട് പിടിച്ചിട്ട് കുഴമ്പിടാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂട് പിടിച്ച് കുഴമ്പൊക്കെ രാവിലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോയി. ഇന്ന് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിരുന്നതല്ല, പിന്നെ നിങ്ങളോട് പറയണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.